സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സജ്ജനങ്ങളെ നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം സ്വാധ്യായം. ശ്രീമദ് ഭാഗവതം വ്യാസവിരചിതമായ മൂലഗ്രന്ഥത്തെയും ഭാഗവതം കിളിപ്പാട്ടിനെയും താരതമ്യം ചെയ്തുള്ള ഒരു പഠനമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ മൂലഗ്രന്ഥത്തിലെ ഓരോ ശ്ലോകങ്ങളെയും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആ ശ്ലോകത്തെ ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് നാം നോക്കുന്നത്. ഇത് ഒരു സ്വാധ്യായ പ്രക്രിയയാണ്, സ്വയം അധ്യയനം ചെയ്യുന്ന പ്രക്രിയയാണ്. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തിലെ ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായമാണ് നാം ആരംഭിച്ചിരിക്കുന്നത്. അതില് 54 ശ്ലോകങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ശ്രീ വസുദേവർ വിവാഹശേഷം ദേവകീ ദേവിയോടൊപ്പം രഥത്തിൽ സഞ്ചരിക്കവേ ആ രഥം തെളിച്ചുകൊണ്ടിരുന്ന ദേവകി ദേവിയുടെ സഹോദരനായ കംസൻ അശരീരി വാക്ക് കേട്ടു. സഹോദരിയുടെ 8-ാമത്തെ പുത്രൻ നിന്റെ അന്തകനാകും എന്ന്. അത് കേട്ട് കോപാകുലനായി സഹോദരിയെ വധിക്കുവാനായി കുപിതനായി നിൽക്കുന്ന കംസനോട് വസുദേവർ ഉപദേശവാക്കുകളാൽ കംസനെ സാന്ത്വനിപ്പിക്കുന്ന ഭാഗമാണ്. 54 ശ്ലോകം വരെ നാം കേട്ടത്, മനസ്സിലാക്കിയത്. ഇനി 55, 56, 57, 58 4 ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ശ്രീശുക ഉവാച, ശ്രീശുകൻ പറഞ്ഞു. ശ്രീശുകൻ പരീക്ഷിത് രാജാവിനോട് കഥ പറയുന്ന രീതിയിലാണ് ഭാഗവതത്തിന്റെ ആവിഷ്കാരം. ശ്രീശുകൻ പറയുകയാണ്, സുസുർവധാഗ്നിവവൃതേ കംസ തദ്വാക്യസാരവിത് വസുദേവോ അഭി തം പ്രീതഃ പ്രശസ്യ പ്രാവിശദ്ഗ്രഹം. സുസുർവധാഗ്നിവവൃതേ കംസ തദ്വാക്യസാരവിത് വസുദേവോ അഭി തം പ്രീതഃ പ്രശസ്യ പ്രാവിശദ്ഗ്രഹം. തദ്വാക്യസാരവിത് കംസഃ. വസുദേവൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാക്കിയ കംസൻ. തത് വാക്യം, ആ വാക്യം, വസുദേവർ പറഞ്ഞ വാക്യം, അതിന്റെ സാരം മനസ്സിലാക്കിയ കംസൻ. സാരവിത് കംസഃ. വസുദേവൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാക്കിയ കംസൻ. സ്വസു വധാത് നിവവൃതേ. സ്വസു വധാത്, സ്വസു സോദരി, വധാത് വധത്തിൽ നിന്ന്, സോദരിയെ വധിക്കുന്നതിൽ നിന്ന്, നിവവൃതേ പിന്തിരിഞ്ഞു. വസുദേവഃ അഭി, വസുദേവനാകട്ടെ, പ്രീതഃ സന്തുഷ്ടനായി, തം പ്രശസ്യ അവനെ പ്രശംസിച്ചു, കംസനെ പ്രശംസിച്ചു. ഗൃഹം പ്രാവിശത്, സ്വഗ്രഹത്തിലേക്ക് എത്തിച്ചേർന്നു. തദ്വാക്യസാരവിത് കംസഃ സ്വസുവധാത് നിവവൃതേ. വസുദേവൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാക്കിയ കംസൻ സോദരീ വധത്തിൽ നിന്നും പിന്തിരിഞ്ഞു. വസുദേവഃ അഭി പ്രീതഃ തം പ്രശസ്യ ഗൃഹം പ്രാവിശത്. വസുദേവനാകട്ടെ സന്തുഷ്ടനായി കംസനെ പ്രശംസിച്ച് സ്വഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് 55-ാമത് ശ്ലോകം. ഇനി 56-ാമത് ശ്ലോകം നോക്കിയാൽ, അഥ കാല ഉപാവൃത്തേ ദേവകീ സർവദേവത പുത്രാൻ പ്രസുഷുവേ ച അഷ്ടൗ കന്യാം ച ഏവ അനുവത്സരം. അഥ കാല ഉപാവൃത്തേ ദേവകീ സർവദേവത പുത്രാൻ പ്രസുഷുവേ ച അഷ്ടൗ കന്യാം ച ഏവ അനുവത്സരം. അഥ കാല ഉപാവൃത്തേ, അഥ അനന്തരം, കാല ഉപാവൃത്തെ ഗർഭകാലമെടുത്തപ്പോൾ, കാലമെടുത്തപ്പോൾ, കാല ഉപാവൃത്തെ കാലമെടുത്തപ്പോൾ, അതായത് ദേവകീ ദേവിയുടെ
ഗർഭകാലമടുത്തപ്പോൾ സർവദേവതാ ദേവകി, സർവദേവതാ സ്വരൂപിണിയായ ദേവകി അഷ്ടൗ പുത്രാഞ്ച 8 പുത്രന്മാരെയും കന്യാം ഏവച ഒരു കന്യകയെ കൂടിയും അനുവത്സരം വർഷക്കണക്കിൽ പ്രസവിച്ചു. അഥ കാലേ ഉപാവൃത്തേ അനന്തരം ഗർഭകാലമടുത്തപ്പോൾ സർവദേവതാ ദേവകി, സർവദേവതാ സ്വരൂപിണിയായ ദേവകി അഷ്ടൗ പുത്രാഞ്ച 8 പുത്രന്മാരെയും കന്യാം ഏവച ഒരു കന്യകയെ കൂടിയും അനുവത്സരം പ്രസവേ വർഷക്കണക്കിൽ പ്രസവിച്ചു. ഇനി 57ാമത് ശ്ലോകം നോക്കിയാൽ കീർത്തിമന്ദം പ്രഥമജം കംസായ ആനകദുന്ദുഭിഃ അർപ്പയാമാസ കൃച്ഛ്രേണ സോ ആനൃതാത് അതിവിഹ്വലഃ. കീർത്തിമന്ദം പ്രഥമജം കംസായ ആനകദുന്ദുഭിഃ അർപ്പയാമാസ കൃച്ഛ്രേണ സോ ആനൃതാത് അതിവിഹ്വലഃ. ആനകദുന്ദുഭിഃ വസുദേവൻ പ്രഥമജം ഒന്നാമതുണ്ടായ കീർത്തിമന്ദം കീർത്തിമാൻ എന്ന ബാലനെ കംസായ കംസന് കൃച്ഛ്രേണ അതിദുഃഖത്തോടുകൂടി അർപ്പയാമാസ കൊടുത്തു. സ അദ്ദേഹം വസുദേവർ അനൃതാത് അസത്യത്തെ അതിവിഹ്വലഃ വളരെ ഭയപ്പെട്ടിരുന്നു. ആനകദുന്ദുഭിഃ പ്രഥമജം കീർത്തിമന്ദം വസുദേവൻ ഒന്നാമതുണ്ടായ കീർത്തിമാൻ എന്ന ബാലനെ കംസായ കൃച്ഛ്രേണ അർപ്പയാമാസ കംസന് അതിദുഃഖത്തോടുകൂടി കൊടുത്തു. സ അനൃതാത് അതിവിഹ്വലഃ അദ്ദേഹം അസത്യത്തെ വളരെ ഭയപ്പെട്ടിരുന്നു. വസുദേവർ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി കംസനെ അനുനയിപ്പിച്ച അവസാനം ഇവൾ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അപ്പോൾ തന്നെ ഞാൻ നിന്റെ മുന്നിൽ ഹാജരാക്കാം, നീ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് ഒരു സത്യം പറയുന്നുണ്ട്. ആ സത്യത്തെ ധിക്കരിക്കുവാൻ അതിവിഹ്വലഃ വളരെ ഭയപ്പെട്ടിരുന്നു. സ അനൃതാത് അതിവിഹ്വലഃ എന്ന് പറയുന്നത് കൊണ്ടാണ് അദ്ദേഹം അസത്യത്തെ വളരെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ സത്യം പ്രാവർത്തികമാക്കുവാൻ അദ്ദേഹം വളരെ ഉത്സാഹഭരിതനായിരുന്നു. 58ാമത് ശ്ലോകമാണ് അടുത്തത്. കിം ദുസ്സഹം സാധൂനാം വിദുഷാം കിമപേക്ഷിതം കിം അകാര്യം കദര്യാണാം ദുസ്ത്യജം കിം ധൃതാത്മനാം. കിം ദുസ്സഹം സാധൂനാം വിദുഷാം കിമപേക്ഷിതം കിം അകാര്യം കദര്യാണാം ദുസ്ത്യജം കിം ധൃതാത്മനാം. കിം ദുസ്സഹം നു സാധൂനാം, സാധൂനാം കിം നു ദുസ്സഹം, സാധു സത്യസന്ധൻ, സാധൂനാം സത്യസന്ധന്മാർക്ക് കിം നു ദുസ്സഹം എന്തു തന്നെ സഹിപ്പാനാകയില്ല. സത്യസന്ധന്മാർ എന്തും സഹിക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് എന്നർത്ഥം. സാധൂനാം കിം നു ദുസ്സഹം സത്യസന്ധന്മാർക്ക് എന്തു തന്നെയും സഹിപ്പാൻ കഴിയും. വിദുഷാം അപേക്ഷിതം കിം, വിദുഷാം വിദുഷികൾക്ക് ജ്ഞാനികൾക്ക്, അപേക്ഷിതം കിം അവർ ആവശ്യമായത് എന്തുണ്ട്, അവര് എന്തിനെയാണ് അപേക്ഷിക്കുന്നത്, ഒന്നിനെയും അവർ അപേക്ഷിക്കാറില്ല. കദര്യാണാം നീചന്മാർക്ക് അകാര്യം കിം ചെയ്യുവാൻ പാടില്ലാത്തതെന്ത്, നീചന്മാരായിട്ടുള്ളവർ എന്തും ചെയ്യുവാൻ മടിക്കാത്തവരാണ്, അവർക്ക് ചെയ്യുവാൻ പാടില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ധൃതാത്മനാം ധീരന്മാർക്ക് അല്ലെങ്കിൽ ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ വെച്ച് ധ്യാനിക്കുന്നവർക്ക് ദുസ്ത്യജം കിം, ദുസ്ത്യജം ത്യജിക്കാൻ കഴിയാത്തത് കിം എന്താണുള്ളത്. അപ്പം സാധൂനാം കിം ദുസ്സഹം സത്യസന്ധന്മാർക്ക് എന്തു തന്നെ സഹിപ്പാനുള്ള ശക്തിയുണ്ട്.
എന്ത് തന്നെ സഹിപ്പാനാകയില്ല എന്നുള്ള ചോദ്യത്തോടു കൂടിയാണത്. സത്യസന്ധന്മാർക്ക് എന്ത് തന്നെ സഹിപ്പാനാകയില്ല. വിദുഷാം അപേക്ഷിതം കിം, ജ്ഞാനികൾക്ക് ആവശ്യമായത് എന്താണ്? അവർക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടാകയില്ല ജ്ഞാനികൾക്ക്. കദര്യാണാം, നീചന്മാർക്ക് അകാര്യം കിം, ചെയ്യുവാൻ പാടില്ലാത്തതെന്ത്? നീചന്മാരായിട്ടുള്ളവർക്ക് വീണ്ടും വിചാരമില്ലാതെ എന്തും ചെയ്യുവാം, എന്തും ചെയ്യാൻ കഴിയും. അവർക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. ധൃതാത്മനാം ദുസ്ത്യജം കിം, ധൃതാത്മനാം ധീരന്മാർക്ക്, അതായത് ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ വെച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഭഗവത് ഭക്തന്മാർക്ക് അവർക്ക് ത്യജിപ്പാൻ കഴിയാത്തതായിട്ടും ഒന്നുമില്ല. ഇതാണ് 58ാമത് ശ്ലോകം. സുശ്രുവധാദ്വിവൃതേ കംസ തദ്വാക്യസാരവിത് വസുദേവോ അവിതം പ്രീതഃ വശസ്യ പ്രാവേശദ്ഗൃഹം. അഥകാല ഉപാവൃത്തെ ദേവകീ സർവദേവതാ പുത്രാൻ പ്രസൃഷുവേ ച അഷ്ടൗ കന്യാം ച ഏവ അനുവത്സരം. കീർത്തിമന്തം പ്രഥമജം കംസായ ആനകദുന്ദുഭിഃ അർപ്പയാമാസ കൃച്ഛ്രേണ സോ അനൃതാ അതിവിഹ്വലഃ. കിം ദുസ്സഹം സാധൂനാം വിദുഷാം കിം അപേക്ഷിതം കിം അകാര്യം കദര്യാണാം ദുസ്ത്യജം കിം ധൃതാത്മജം. വസുദേവൻ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാക്കിയ കംസൻ സോദരീവധത്തിൽ നിന്ന് പിന്തിരിയുന്നു. വസുദേവനാകട്ടെ സന്തുഷ്ടനായി കംസനെ പ്രശംസിച്ചു സ്വഗ്രഹത്തിലേക്ക് എത്തിച്ചേർന്നു. അനന്തരം ഗർഭകാലം അടുത്തപ്പോൾ സർവദേവതാ സ്വരൂപിണിയായ ദേവകി ദേവി 8 പുത്രന്മാരെയും ഒരു കന്യകയെ കൂടിയും വർഷക്കണക്കിൽ പ്രസവിച്ചു. വസുദേവൻ ഒന്നാമതുണ്ടായ കീർത്തിമാൻ എന്ന ബാലനെ കംസന് അതിദുഃഖത്തോടുകൂടി കൊടുത്തു. അദ്ദേഹം അസത്യത്തെ വളരെ ഭയപ്പെട്ടിരുന്നു. സത്യസന്ധന്മാർക്ക് എന്ത് തന്നെ ത്യജിക്കാൻ ആകയില്ല. ജ്ഞാനികൾക്ക് ആവശ്യമായത് എന്തുണ്ട്? നീചന്മാർക്ക് ചെയ്യുവാൻ പാടില്ലാത്തതായി എന്തുണ്ട്? ധീരന്മാരായ ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവന് ത്യജിക്കാൻ കഴിയാത്തതായും എന്തുണ്ട്? ഇതാണ് 4 ശ്ലോകങ്ങളുടെയും അർത്ഥം. ഇനി ഈ 4 ശ്ലോകങ്ങളെയും തുഞ്ചത്താചാര്യൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം. കംസനോട് സാമവാക്കുകളാലും ഭേദവാക്കുകളാലും ഒരുപാട് ഉപദേശിച്ചു. അവസാനം സന്ദേഹമൊഴിഞ്ഞേവം ശ്രീവസുദേവോക്തികൾ മന്ദമെന്നിയെ കേട്ട് അതുള്ളിലെ വിചാരിച്ചു നിന്നൊരു ഭോജാധിപൻ. ഇപ്പൊഴുതിവൻ ചൊന്നതെന്നുടെ കാര്യഗുണമെന്നകതാരിൽ തേറി നിന്നെഴും കോപം തളർന്നു പുഞ്ചിരിക്കൊണ്ട ഉന്നതനായ വിഷഹാരിതൻ പ്രയോഗത്താൽ പന്നകവരൻ ക്രോധം ശമിച്ചു ശാന്താത്മനാ നിന്നതുപോലെ തുലോം ശാന്തനായി നിന്നേടിനാൻ. നിർണയം വസുദേവർ ചൊന്നതിൻ ഇളക്കമില്ല ഇന്ന് ഇതിന്മീതേ വരുത്താവതല്ലിരിക്കേതും എന്നുറച്ച് അകം തെളിഞ്ഞ് അൻപോട് സഹോദരി തന്നെ കുടിലകേശാഗ്രവുമായ ചുടൻ ധന്യനാം വസുദേവൻ തന്നെയും പുണർന്നുകൊണ്ട് അന്യോനാനന്ദം പൂണ്ട് നിങ്ങൾ പോകുന്നു ചൊന്നാൻ. ഖിന്നതയൊഴിഞ്ഞതു കേട്ടു സമ്മാനിച്ച് അതിച്ഛന്ന നിന്ദയാ ശൂരസേനജൻ പ്രശംസിച്ചു നന്നു നന്ദിതോ ഭവാൻ എന്നെല്ലാം ഉപസ്തുതി ചൊന്നതു കേട്ട് തെളിഞ്ഞീടിന ഭോജൻ മുമ്പിൽ നിന്ന് വേഗേന മൃഗേന്ദ്ര ആസ്യകയായി ആശുമന്നതിൽ വീഴും മൃഗശാപികൈവതൂർണം തന്നുടെ മനോഹര തന്നെയും എടുത്ത് തത്സ്യന്തനെ വെച്ച് പരിചാരാദികളോടും ഒന്നിച്ച് മഹോത്സവ ഘോഷ സമ്മേളത്തോടും ചെന്ന് അകമ്പൊക്ക്
നിഷേകാഖ്യ കർമ്മവും ചെയ്ത് നന്ദിച്ച് സുനന്ദിനി തന്നോടും അകം ചേർന്ന് കന്ദർപ്പ വിലാസങ്ങളോട് വാണിടും കാലം. യൗവനം പരിപൂർണമായി ചമഞ്ഞിരിപ്പൊരു ദേവകീ ദേവി പെട്ടു തുടങ്ങി കാലം തോറും ബാലന്മാർ നമ്മെ ക്രമാൽ 6 പേരെയും ഒരു ബാലികാകുല മാലികാരത്നത്തെയും പെറ്റിതു ക്രമാൽ അവൾ എന്നതിൽ മുമ്പിൽ തന്നെ കുറ്റമറ്റുണ്ടായി വന്നോരർഭകൻ തന്നെ കണ്ട് തെറ്റെന്ന് വസുദേവർ കംസനെ പേടിച്ച് ഉള്ളിൽ പത്തിനോരഴലോടും സത്യത്തെ മറക്കാതെ പുത്രനെ കൊണ്ടങ്ങു പോച്ചെന്നിടിനാൻ ഉത്തമദ്വേഷി മുമ്പിൽ കാട്ടി നിന്നതു നേരം. ഈ 4 ശ്ലോകങ്ങളെയും ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത് സന്ദേഹമൊഴിഞ്ഞേവം ശ്രീ വസുദേവ ഭക്തികൾ മന്ദമിന്നിയെ കേട്ട് അതുള്ളിലെ വിചാരിച്ചു നിന്നൊരു ഭോജാധിപൻ ഇപ്പോഴത് ഇവൻ ചൊന്നത് എന്നുടെ കാര്യഗുണമെന്ന കഥാരിൽ തേറി. അതാണ് കംസ വാക്യസാരവിത്ത്. വസുദേവന്റെ വാക്യം അതിന്റെ സാരം മനസ്സിലാക്കി എന്ന ഭാഗത്തെയാണ് ഉന്നതനായ വിഷഹാരിതൻ പ്രയോഗത്താൽ പന്നകപരൻ ക്രോധം ശമിച്ച് ശാന്താത്മനാ നിന്നത് പോലെ തുലോം ശാന്തനായി നേടിനാൻ. ഉന്നതനായ വിഷഹാരി എന്നാൽ ഒരു വിഷവൈദ്യൻ. അദ്ദേഹത്തിന്റെ പ്രയോഗത്താൽ ഒരു പന്നകവരൻ, ഒരു പാമ്പ് ക്രോധം ശമിച്ച് ശാന്താത്മന നിന്നതുപോലെ കംസൻ നിന്നു. നിർണയം വസുദേവർ ചൊന്നതിന് ഇളക്കമില്ല, ഇന്ന് ഇതിന്മീതെ വരുത്താവതല്ല എനിക്ക് ഏതും എന്നുറച്ചകം തെളിഞ്ഞൻപോട് സഹോദരി തന്നുടെ കുടില കേശാഗ്രവും അയച്ചുടൻ ധന്യനാം വസുദേവർ തന്നെയും പുണർന്നുകൊണ്ട് അന്യോനാനന്ദം കൊണ്ട് നിങ്ങൾ പോകുന്നു ചെന്നാൻ. അതാണ് സുസുർവധാത് നിവവൃതേ. സോദരീ വധത്തിൽ നിന്ന് കംസൻ പിന്തിരിഞ്ഞു എന്ന് പറയുന്ന ഭാഗം. ഖിന്നതയൊഴിഞ്ഞ് അത് കേട്ട് സമ്മാനിച്ച് അതിഛന്ന നിന്ദയാ ശൂരസേനൻ പ്രശംസിച്ചു. ഛന്നനിന്ദയ, നിന്ദ മറച്ചു വെച്ച്. കംസനോട് യഥാർത്ഥത്തിൽ നിന്ദയാണ് വസുദേവർക്ക് തോന്നിയത്. എങ്കിലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഛന്നനിന്ദയ ശൂരസേനജൻ പ്രശംസിച്ചു. നന്നു നന്ദിതു ഭമാനെന്നെല്ലാം ഉപസ്തുതി ചെന്നത് കേട്ടു തെളിഞ്ഞീടിന ഭോജൻ മുന്നിൽ. വസുദേവോ അഭി തം പ്രീതഃ പ്രശസ്യ എന്ന് പറയുന്ന ഭാഗമാണ്. വസുദേവനും സന്തുഷ്ടനായി തം പ്രശസ്യ കംസനെ പ്രശംസിച്ചു. ഇങ്ങനെ കംസനെ സ്തുതിച്ചിട്ട് മൃഗേന്ദ്ര ആസികയായി മണ്ണതിൽ വീഴും മൃഗശാപിക ഇവ തൂർണം. മൃഗേന്ദ്രാസിക, സിംഹത്തിന്റെ വായിൽ അകപ്പെട്ട മാൻപേട. മൃഗേന്ദ്രാസികയായ മൃഗശാപികയെ, അതായത് കംസനാകുന്ന സിംഹത്തിന്റെ വായിൽപ്പെട്ട ദേവകീദേവിയാകുന്ന മാൻപേട മൃഗശാപിക. അങ്ങനെ മൃഗശാപികയെ തന്നുടെ മനോഹര തന്നെയും എടുത്ത് തൽസ്യന്തനെ വെച്ച് ആ തേരിൽ തന്നെ വെച്ച് പരിചാരകാദികളോടും ഒന്നിച്ച് മഹോത്സവഘോഷ സമ്മേളനത്തോടും ചെന്ന് അകമ്പുക്ക് നിഷേകാക്കി കർമ്മവും ചെയ്ത് നന്ദിച്ച് സുനന്ദിനി തന്നോടും അകം ചേർന്ന് കന്ദർപ്പ വിലാസങ്ങളോട് വാണിയിടും കാലം. അവർ ഒരുമിച്ച് സ്വഗ്രഹത്തിലേക്ക് പോയി. പ്രാപിഷത് ഗ്രഹം എന്ന് 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്. അങ്ങനെ ഗ്രഹത്തിലെത്തി.
യൗവനം പരിപൂർണമായി ചമഞ്ഞിരിപ്പോ ഒരു ദേവകി ദേവി പെറ്റു തുടങ്ങി കാലം തോറും. ബാലന്മാർ നമ്മെ ക്രമാൽ 6 പേരെയും ഒരു ബാലിക കുലമൗലി ബാലിക രത്നത്തെയും പറ്റിയതു ക്രമാൽ. അവൾ എന്നതിൽ മുമ്പിൽ തന്നെ കുറ്റമറ്റുണ്ടായി വന്ന ഒരർഭകം തന്നെ കണ്ടു തെറ്റുന്ന വസുദേവർ കംസനെ പേടിച്ചുള്ളിൽ പറ്റുന്ന ഒരഴലോടും സത്യത്തെ മറക്കാതെ പുത്രനെ എടുത്തുകൊണ്ടങ്ങ് പോയി ചെന്നിടിനാൻ. അഥ കാല ഉപാവൃത്തെ എന്ന ഭാഗമാണ് 56-ാമത്തെ ശ്ലോകത്തിലെ. അനന്തരം ഗർഭകാലമെടുത്തപ്പോൾ സർവദേവതാ സ്വരൂപിണിയായ ദേവകി അഷ്ടൗപുത്രാഞ്ച 8 പുത്രന്മാരെയും കന്യാം ഏവച ഒരു കന്യകയെ കൂടിയും അനുവത്സരം പ്രസുഷുവേ വർഷക്കണക്കിൽ പ്രസവിച്ചു. യൗവനം പരിപൂർണമായി ചമഞ്ഞിരിപ്പൊരു ദേവകി ദേവി പെറ്റു തുടങ്ങി കാലം തോറും. ബാലന്മാർ തമ്മിൽ ക്രമാൽ 6 പേരെയും അഷ്ടൗപുത്രാഞ്ച 8 പുത്രന്മാരെ ഒരു ബാലിക കുലമൗലി ബാലിക രത്നത്തെയും കന്യാം ഏവച അഷ്ടൗപുത്രാഞ്ച കന്യാം ഏവച അനുവത്സരം പ്രസഷുവേ 8 പുത്രന്മാരെയും ഒരു കന്യകയെയും കൂടി വർഷക്കണക്കിൽ പ്രസവിച്ചു എന്ന 56-ാമത് ശ്ലോകമാണ്. അവൾ എന്നതിൽ മുമ്പിൽ തന്നെ കുറ്റം അറ്റുണ്ടായി വന്നോരർഭകം തന്നെ കണ്ട്. കീർത്തിമന്തം പ്രഥമജം കീർത്തിമാൻ എന്ന ബാലനെ, പ്രഥമജൻ ഒന്നാമതുണ്ടായ കീർത്തിമാൻ എന്ന ബാലനെ, ആദ്യമായിട്ട് ദേവകി ദേവി പ്രസവിക്കുന്ന ബാലൻ എന്നതിൽ മുമ്പിൽ തന്നെ കുറ്റമിട്ടുണ്ടായി വന്ന ഒരു അർഭകം തന്നെ തെറ്റെന്ന് വസുദേവർ കംസനെ പേടിച്ച് ഉള്ളിൽ പറ്റുന്ന ഓരലോടും സത്യത്തെ മറക്കാതെ പുത്രനെ എടുത്തുകൊണ്ടങ്ങ് പോയി ചെന്നിടിനാൻ. ഉത്തമദ്വേഷി മുന്നിൽ കാട്ടി നിന്നതു നേരം. കീർത്തിമന്തം പ്രഥമജം ആനഗദുന്ദുഭിഹി പ്രഥമജം കീർത്തിമന്തം കംസായ കൃച്ഛ്രേണ അർപ്പയാമാസ. വസുദേവൻ ഒന്നാമതുണ്ടായ കീർത്തിമാൻ എന്ന ബാലനെ കംസന് അതിദുഃഖത്തോടുകൂടി കൊടുത്തു. അദ്ദേഹം അദ്ദേഹം അസത്യത്തെ വളരെ ഭയപ്പെട്ടിരുന്നു. സത്യം പാലിക്കുവാൻ അദ്ദേഹം വളരെ പ്രേരിതനായിരുന്നു. ഇതാണ് ഈ 4 ശ്ലോകങ്ങളുടെയും 55, 56, 57, 58 എന്നീ ശ്ലോകങ്ങളെ ഭഗവാൻ ഭാഷ്യകാരൻ കിളിപ്പാട്ടിലേക്ക് ഇങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.